بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبيه سيد المرسلين محمد وآله وصحبه أجمعين أما بعد സഹോദരങ്ങളെ ഷെയ്ഖ് അൽ-അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ-അൽബാനി റഹിമഹുല്ലാഹു തആല എഴുതിയിട്ടുള്ള അഹ്കാമുൽ ജനായിസ് ആണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച അധ്യായം മാ യജിബു അല അഖാരിബിൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ബന്ധുക്കൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് പറഞ്ഞത് അസ്സബ്ർ വൽറിദ ബിൽ ഖദർ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക, അതിൽ തൃപ്തിപ്പെടുക. അതുപോലെ പിന്നെ പറഞ്ഞു ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ ഒരു പ്രാർത്ഥന, ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. എന്നിട്ടൊരു സഹാബി വന്ധ്യയുടെ സംഭവം നമ്മൾ പറഞ്ഞു. ആരാണ്? ഉമ്മു സലമ, അബൂ സലമ. ഉമ്മു സുലൈമിന്റെ കഥ പറയുമ്പോൾ ഉമ്മു സുലൈമിന്റെയും അബൂ തൽഹത്ത് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെയും സംഭവം. അതുപോലെ എന്നാൽ ഈ സബറിനെതിരല്ല. ഒരു സ്ത്രീ അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ ദുഃഖം ആചരിക്കുക എന്നത് ഈ സബറിന് എതിരല്ല. എത്ര ദിവസം? 3 ദിവസം. ആരൊഴികെ? ഭർത്താവ് ഒഴികെ. ഭർത്താവുമ്പോ 4 മാസവും 10 ദിവസവും തഹ്ദീദ്. എന്നാൽ മറ്റുള്ള ബന്ധുക്കൾ മരിച്ചാൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അലങ്കാരം ഉപേക്ഷിക്കാതിരിക്കൽ, ദുഃഖം പ്രകടിപ്പിക്കാതിരിക്കലാണ് അഫ്ദൽ എന്ന് വായിച്ചു. അതിനാണ് നമ്മൾ ആ മനോഹരമായ അബൂ തൽഹ അതുപോലെ ഉമ്മു സുലൈം ദമ്പതിമാരുടെ ചരിത്രം പറഞ്ഞത്. അതിനുശേഷം ഷെയ്ഖ് അൽബാനി പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ഇനി അടുത്ത അധ്യായം മാ യഹ്റുമു അലാ അഖാരിബിൽ മയ്യിത്ത്. മാ യഹ്റുമു അലാ അഖാരിബിൽ മയ്യിത്ത് എന്തായിരിക്കും അർത്ഥം? അഖാരിബുൽ മയ്യിത്ത്, അഖാരിബുൽ മയ്യിത്ത് മയ്യിത്തിന്റെ ബന്ധുക്കൾ, അവർക്ക് മാ യഹ്റും, വാജിബാദാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പൊ ഹറാമായി, പാടില്ലാത്ത ബന്ധുക്കൾക്ക് പാടില്ലാത്ത, മരിച്ച നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരായാലും മരിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു, ലഖദ് ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂറൻ കാൻ വലാ യസാലു ബഅ്ദു الناس يرتكبونها إذا مات لهم ميت فيجب معرفتها لاجتنابها فلا بد من بيانها. ഷെയ്ഖ് പറയാണ്, ലഖദ് ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തീർച്ചയായും ഹറാമാക്കിയിട്ടുണ്ട് ഉമൂറൻ, ചില കാര്യങ്ങൾ, കാന ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, ജാഹിലിയത്തിലൊക്കെ ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമല്ല, വലാ യസാലു ബഅ്ദു الناس يرتكبونها, ഇന്നും ചില ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇദാ മാത ലഹും മയ്യിത്ത്, അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ഫയജിബു മഅരിഫതുഹാ ലിസ്തിനാബിഹാ, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഖൈർ മാത്രമല്ല, ഷർറും മനസ്സിലാക്കണം. എന്തിനാണ് ഷർറ് ഒഴിവാക്കുവാൻ? അതല്ലേ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസിലുള്ളത്. ഹദീസ് ഹുദൈഫ. ഹുദൈഫ എന്താണ് ചോദിച്ചത്? കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير وكنت أسأله عن الشر مخافة. ഞാൻ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ പറ്റി ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്താണ് ചോദിക്കാറുണ്ടായിരുന്നത്? ഷർറിനെ പറ്റി. എന്തിനാണ്? അതിൽ ചെന്ന് ചാടുന്നത് പേടിച്ചു, അത് ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ അത് പഠിച്ചിരിക്കാൻ നിർബന്ധമാണ്. പല അബദ്ധമിൻ ബയാനി, അതുകൊണ്ട് അത് ഇവിടെ വിവരിക്കുകയാണ്. ഒന്ന് അന്നിയാഹ, ഒന്നാമത്തെ എന്താണ്? നിയാഹ. നിയാഹ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് താഴെ ഷെയ്ഖ് അൽബാനി തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നു. ഇബ്നുൽ അറബി, മഹാനായ പണ്ഡിതനാണ് ഇബ്നുൽ അറബി. ഇബ്നു അറബി വേറെ, ഇബ്നുൽ അറബി വേറെ. ഇബ്നുൽ അറബി അഹ്ലുസ് സുന്നത്തിന്റെ മഹാനായ പണ്ഡിതനാണ്. അൽ-ഇസ്ലാമി ചേർത്ത് ഇബ്നുൽ അറബി എന്ന് പറഞ്ഞ മഹാനായ മുഹദ്ദിസായിരുന്നു, അദ്ദേഹം പണ്ഡിതനായിരുന്നു. എന്നാൽ ഇബ്നു അറബി ആരാ? കാഫിറാണ്. അയാള് പിന്നെ സൂഫിയായിരുന്നു. അക്ബരിയ തരീഖത്ത് ഇയാളുടെ തരീഖത്താണ്. ഷെയ്ഖുൽ അക്ബർ എന്നാണ് അയാളെ വിളിക്കുന്നത്. അയാൾ കാഫിറാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഫത്വ കൊടുത്തിട്ടുള്ളതാണ്. കാരണം
ഞാൻ തന്നെയാണ് അല്ലാ, സുബ്ഹാനി എന്നൊക്കെ പറഞ്ഞു നടന്ന ആളായിരുന്നു. എന്താണ് പേര്? ഇബ്നു അറബി. ഇത് ഇബ്നുൽ അറബി. ഇബ്നുൽ അറബി പറഞ്ഞു അന്നഹുമാ കാനത്തിൽ ജാഹിലിയ്യത്തു തഫഅൽ, ജാഹിലിയത്തിൽ ചെയ്യാറുണ്ടായിരുന്നതാണ് ഈ നിയാഹ എന്ന് പറഞ്ഞത്. കാന നിസാഉ യഖിഫ്ന മുതഖാബിലാത്തിൻ യസ്ഹ്, ആരെങ്കിലും മരിച്ചാൽ കുറെ പെണ്ണുങ്ങൾ വരും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കും, എന്നിട്ടോ യസ്ഹ്ന ഇങ്ങനെ അട്ടഹസിക്കും, ആർത്തു വിളിക്കും. വയുഹ്സീന തുറാബ് അല റൂസിഹിം, മണ്ണെടുത്ത് തലയിൽ കിടും. ആള് മരിച്ചാല് ഇതൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കഥയാണ്. വയദ്രിബ്ന വുജൂഹഹും, മുഖത്ത് ഇങ്ങനെ അടിക്കും, സ്വന്തം മുഖത്തേക്ക് അടിക്കും, മണ്ണ് വാരിയിടും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതാണ് നിയാഹത്ത് എന്ന് പറയുന്നത് ജാഹിലിയത്തിൽ. മാത്രമല്ല മരണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ പള്ളി മിനാരങ്ങളുടെ അവിടെയൊക്കെ. അതുപോലെ പള്ളി മിനാരങ്ങളിൽ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്. ഷെഖുൽക്കാർ പറഞ്ഞിട്ടുണ്ട്, ചന്തകളിലൊക്കെ പോയി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ നിയാഹത്തിന്റെ ഭാഗമാണ്. വഫീഹി അഹാദീസുൻ കസീറ, അതിൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഇമാം മുസ്ലിം ഉദ്ദേശിച്ചിട്ടുള്ള ഹദീസാണ്, ശ്രദ്ധിക്കണം. അർബഉൻ ഫീ ഉമ്മതി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുൻ, 4 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ ജാഹിലിയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്ത് അത് ഉപേക്ഷിക്കുകയുമില്ല. പൂർണ്ണമായി മുസ്ലിം ഉമ്മത്ത് ഉപേക്ഷിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, 2 അത്വഅനു ഫിൽ അൻസാബ്, 3 വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം വൻ നിയാഹ. 4 കാര്യങ്ങൾ. ഒന്നാമത്തേതാണ് അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, കുടുംബ പരമ്പരയെ കുറിച്ച് ഇങ്ങനെ ഫഖ്ർ പറയാം. നമ്മൾ ആരാന്നറിയോ? നമ്മുടെ കുടുംബത്തില് അയാളെന്റെ കുടുംബത്തിലാണ്, ഇയാളെന്റെ കുടുംബത്തിലാണ്, നല്ല പേര് കേട്ട നല്ല സമൂഹത്തിൽ അറിയപ്പെട്ട പൈസയും ഒക്കെ ഉള്ള ആളുകൾ മാത്രം എടുത്ത് പറയും. പാവങ്ങളുണ്ടാവും കുടുംബത്തിൽ, വേറെ പറയില്ല. വലിയ വലിയ ചരിത്രം നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ ആളുണ്ടായിരുന്നു, ഇങ്ങനത്തെ അയാളെ കുടുംബക്കാരാണ്. തറവാടിന്റെ മഹത്വം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതെന്തിന്റെ സ്വഭാവമാണ്? ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. തറവാട്ടുമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്ര ആളുകളുണ്ട്, പിന്നെ അത് ആ ആള് നമ്മളെ കുടുംബത്തിലാണ് കല്യാണം കഴിച്ചത്, അങ്ങനെ ആവും പറയും. അതുപോലെ ഇത്ര ഇന്ന ബിസിനസ് ആ മുതലാളി കുടുംബത്തിലാണ്, മുതലാളി കുടുംബത്തിലാണ്. പണ്ട് നമ്മൾ ആരാന്നറിയോ? ഈ നാട്ടിൽ ആദ്യത്തെ ഇത് തുടങ്ങിയത് നമ്മളെ ഉപ്പാപ്പ ഉപ്പാപ്പയാണ്. അങ്ങനെയൊക്കെ കുടുംബ പരമ്പരയെ കുറിച്ച് ഇങ്ങനെ ഫഖ്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. രണ്ടാമത്തെ നേരെ മറുവശം. ഇത് പറയുന്ന എന്തിനാ? മറ്റൊരാളെ താത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഒത്താനുഫിൽ അൻസാബ്, കുടുംബ പരമ്പര പറഞ്ഞ് കുത്തി പറയുക അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനു ബില്ലആൻ വലാ ബിത്ത്ആൻ, ഒരു മുഅ്മിൻ ആവുകയില്ല, ഒരിക്കലും ആകാൻ പാടില്ല. ലആൻ, ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. പിന്നെയോ ത്ത്ആൻ, കുത്തി പറയുന്നവർ. അവന്റെ കുടുംബ ഒസ്താനല്ലേ എന്നാലും. പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. ചിലപ്പോൾ മാറി വന്നാണെങ്കിൽ അങ്ങനെ പറയും. മുസ്ലിം ചിലപ്പോ ഏതോ ഉമ്മാനായിരിക്കും ഇസ്ലാമിലേക്ക് വന്നത്, എന്നാലും അത് പറയും. ഇങ്ങനെ കുടുംബ പരമ്പര പറഞ്ഞ ആളുകളെ കുത്തി പറയുക. മുസ്ലിം ഉമ്മത്തിനൊന്നുമില്ല ഇത്. എന്ത് ആർക്കാണ് സംശയമുള്ളത്? ബാർബർ ഫാമിലിയുള്ള ആളുകൾക്ക് വിവാഹം വെച്ചു കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്, വളരെ കുറവാണ് അല്ലേ? ചിലപ്പോ ഈ പുരുഷന്മാർ ചിലപ്പോൾ അതിനൊക്കെ റെഡി ആയിരിക്കും, അതിന് കുഴപ്പമില്ല. എന്നാലും സ്ത്രീകൾ സമ്മതിക്കില്ല. ചില സ്ത്രീകൾ എന്താ കാരണം? ചിലപ്പോൾ അവർക്കുണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും നാട്ടുകാർ പഠിച്ചിട്ട് സമ്മതിക്കൂല. കാരണം ഏതെങ്കിലും ചടങ്ങുകളിലും മറ്റൊക്കെ പരസ്പരം കാണുമ്പോൾ അവർ പറയില്ല, അല്ല എന്റെ മോളെ കെട്ടിയത്, എന്റെ മോന് കെട്ടിയത് അവിടെയാണല്ലേ എന്ന് സ്ത്രീകൾ ഇങ്ങനെ പരസ്പരം കുത്തി പറയും. അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ട എന്ന് അത് പേടിച്ചിട്ട് പോലും തീരുമാനിക്കും. കാരണം ഉമ്മത്ത് ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്, ഉമ്മത്ത് ഈ ജാഹിലിയത്ത് ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്. എന്താണ് അള്ളാഹിന്റെ മുന്നിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. ഈ ആളുകളെ മുടി പിടിക്കാവുന്നത് തെറ്റാണോ? തെറ്റല്ല. അടി പിടിക്കൽ ഹറാമാണ്, പാടില്ല. തടി എടുക്കാൻ പാടില്ലെങ്കിൽ ഒടിച്ചു കൊടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ടല്ലോ ആ തൊഴിലിനെ മോശമാക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ വേറെ പലതും തറവാട്ടിൽ എന്തെങ്കിലും തറവാടിന്റെ മഹത്വം പറയലും തറവാടിന്റെ കുത്തി പറയലും, ഇത് രണ്ടും ജാഹിലിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ നക്ഷത്രങ്ങളെ കൊണ്ട് മഴ കിട്ടി എന്ന് പറയുക.
നക്ഷത്രങ്ങളെ കൊണ്ട് ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞ് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് മഴ കിട്ടി എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരിക്കൽ മഴ പെയ്തപ്പോൾ ഇതാ ചില ആളുകൾ കാഫിറായിരിക്കുന്നു, ചില ആളുകൾ മുഅ്മിനായിരിക്കുന്നു. ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട് മഴ കിട്ടി, ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞ ആളുകൾ കാഫിറായി. മുത്തർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി എന്ന് പറഞ്ഞവർ മുഅ്മിനുകളാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥന മുത്തർനാ, ഞങ്ങൾക്ക് മഴ കിട്ടി, ബിഫദ്ലില്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വറഹ്മതി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്ന് പറയാം. അതല്ലാതെ മഴക്ക് ഈ നിലക്കുള്ള ലക്ഷ്യം വെച്ചുള്ള കാരണം പറയൽ കുഫ്ര, ജാഹിലിയത്താണ്, പാടില്ല. സാധാരണ നമ്മൾ പറയും ജൂൺ ആയാൽ മഴ പെയ്യും, അത് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് ജൂണ് മഴ പെയ്ക്കും എന്നല്ല അതിന്റെ അർത്ഥം. ആ കാലത്ത് സാധാരണ പെയ്യാറുണ്ട്, അള്ളാഹു പെയ്യിപ്പിക്കാറുണ്ട് എന്ന അർത്ഥത്തിൽ പറയാം, അതിനെ പറ്റിയല്ല. മറിച്ച് അതല്ലാത്തൊരു കാരണം അതിൽ ഈ ഒരു വിശ്വാസത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാനത്തിൽ പറയാനുള്ളത് ജാഹിലിയത്താണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് നാലാമതായി പറഞ്ഞത്? നിയാഹ. അതാണ് നമ്മുടെ വിഷയം. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ച് ജാഹിലിയത്തിന്റെ രീതിയിൽ ജനങ്ങളെ അറിയിക്കുക. സാധാരണ ആൾക്കൊരു അറിയിക്കലുണ്ട്, ജാഹിദായ ഒരു നിയാഹത്തുണ്ട്, അത് അടുത്ത അദ്ദേഹത്തിന് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇതെന്ത് നിയാഹത്താണ്? ഇതെന്ത് നിയാഹത്താണ്? ഹറാമായ നിയാഹത്താണ്, പാടില്ലാത്ത നിയാഹത്താണ്. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാൻ വദിർഉൻ മിൻ ജറബ്. റസൂലുള്ളാഹി പറയുകയാണ്, അന്നാഇഹ, ഈ നിയാഹത്ത് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതൽ ഇത് നിൽക്കാറുള്ളത്. ഇത് ചെയ്യുന്ന സ്ത്രീകൾ അവർ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ, ഖബ്ല മൗതിഹ, മരണത്തിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാൻ, താറ് കൊണ്ടുള്ള, പരലോകത്ത് താർ എന്ന് പറയുമ്പോൾ അല്ലാഹു അലം ഇതുവരെ ആണെന്നില്ല, ഖത്റാൻ, അതുകൊണ്ടുള്ള വസ്ത്രം അവളെ അണിയിക്കപ്പെടും. വദിർഉൻ മിൻ ജറബ്, അതുപോലെ വ്രണമുള്ള ഒരു വസ്ത്രം അതും അവളെ അണിയിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശിക്ഷ ശക്തമായ താക്കീതാണ്. അവൻ നിയാഹത്ത് പാടില്ല. മരണത്തെ കുറിച്ച് ജാഹിലിയ രീതിയിൽ കുട്ടിക്കറിയലും വിളിച്ചറിയിക്കലും ഒക്കെയാണ് നിയാഹത്ത് എന്ന് പറഞ്ഞാൽ. ജാഹിദായ അറിയിക്കലുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. അതുപോലെ രണ്ടാമത്തെ ഹദീസ് ഇതാണ് നിയാഹത്തിനെ കുറിച്ച്. ഇത് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ മാത ഇബ്രാഹീം ഇബ്നു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ, ഇബ്രാഹിം ആരിലുണ്ടായ മകനാണ്? മാരിയത്തുൽ ഹിബ്തിയ്യ, ഹിബ്തി വംശജയായ മാരിയ, റസൂലുള്ളാഹിന്റെ അടിമയാണ്, ഭാര്യയല്ല. ഉമ്മുൽ മുഅ്മിനീൻ അല്ല, ഭാര്യമാർക്കാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയാം. അടിമ സ്ത്രീക്ക് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുകയില്ല എന്ന് ഉലമാക്കൾ വ്യക്തമായി ഫത്വ നൽകിയിട്ടുള്ളതാണ്. ഉമ്മുൽ മുഅ്മിനീൻ എന്ന് അടിമകളെ പറയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ് മാരിയത്തുൽ ഹിബ്തിയ്യ. അവരിൽ ജനിച്ച മകനാണ് ആര്? ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയുള്ള മക്കളൊക്കെ ജനിച്ചത് ആരിലാണ്? ഖദീജയിലാണ്. ബാക്കി എല്ലാ മക്കളും, ബാക്കി 6 മക്കളും ആരൊക്കെ? അബ്ദുള്ള, അൽ ഖാസിം, സൈനബ്, ഫാത്തിമ, ഉമ്മു കുൽസൂം, റുഖിയ. ഈ 6 മക്കളും ആരിലാണ് ജനിച്ചത്? ഖദീജയിലാണ്. ഒരു മകൻ ഇബ്രാഹിം മാത്രമാണ് ആരിൽ ജനിച്ചത്? മാരിയത്തുൽ ഹിബ്തിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കളും, ആടും പെണ്ണുമല്ല, ആൺകുട്ടികളെല്ലാവരും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരിച്ചു. പെൺകുട്ടികളോ പ്രായപൂർത്തിയായിട്ടാണ് മരിച്ചത്. മുസ്ലിങ്ങളായിരുന്നു എല്ലാവരും. പക്ഷേ ഫാത്തിമ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ജീവിച്ചത്, കുറച്ചു നാൾ മാത്രം. ബാക്കി എല്ലാ മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വഫാത്തായി. നോക്കണം, റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം. മക്കളെല്ലാം ഇവിടെ ജീവിതകാലത്ത് മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ഉസാമത്ത് ഇബ്നു സെയ്ദ് അട്ടഹസിച്ചു, നിലവിളിച്ചു. ഉസാമ എന്ന് പറഞ്ഞാൽ നബിയുടെ ഹിബ്ബാണ്, നബിയുടെ പ്രിയങ്കരനായ സഹാബിയാണ്. ഹിബ്ബു റസൂലില്ലാഹ് എന്നാണ് അറിയപ്പെടുന്നത്. ഇബ്നു ഹിബ്ബു റസൂലില്ലാഹ്. സെയ്ദും ഹിബ്ബായിരുന്നു, ഉസാമ ഹിബ്ബിന്റെ മകൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, ഉസാമ ഇങ്ങനെ അട്ടഹസിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ ഹാദാ മിന്നി, ഇതാ ഈ ചെയ്തി
എന്നിൽപ്പെട്ടതല്ല, എന്റെ മാർഗമല്ല ഈ ചെയ്തി. ഇങ്ങനെ നിലവിളിക്കാന്നുള്ളത് എന്റെ മാർഗമല്ല. ഒരിക്കലും സായിഹിന് ഒരു ഹക്കുമില്ല, ഇങ്ങനെ അട്ടഹസിക്കുന്നതിന്റെ ഭാഗത്ത് യാതൊരു ന്യായവുമില്ല, അങ്ങനെ പാടില്ല. അൽ ഖൽബു യഹ്സൻ വൽ ഐനു തദ്മഅ വലാ യുഗ്ളബു റബ്ബ്. എന്താണ് അൽ ഖൽബു യഹ്സൻ? ഖൽബ് വേദനിക്കും, ഖൽബിന് സങ്കടമുണ്ട്. അതുപോലെ വൽ ഐനു തദ്മഅ, കണ്ണുനീരൊഴുകും. സ്വഭാവയുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്, നബിയുടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. അതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. വലാ യുഗ്ളബു റബ്ബ്, പക്ഷേ അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്നതൊന്നും പാടില്ല. അള്ളാഹിനെ കോപം ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും അതുകൊണ്ട് പറയാൻ പാടില്ല. ഇങ്ങനെ അട്ടഹസിക്കാന്നുള്ളത് അള്ളാഹിനെ കോപം ഉണ്ടാക്കുന്നതാണ്, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെ അട്ടഹസിക്കുന്നവന് യാതൊരു വിഹിതവും, ഒരു ഭാഗ്യമില്ല, ഭാഗ്യം കെട്ടവനാണ് ഇങ്ങനെ അട്ടഹസിക്കുന്നവനെന്ന് പാടും. രണ്ട് ഹദീസ് വരെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് ഉമ്മ അത്തിയ്യ എന്ന മഹദിയായ സഹാബി പറയുകയാണ്, സഹാബി വനിത, أخذ علينا رسول الله صلى الله عليه وسلم مع البيعة ألا ننوح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങും മുസ്ലിമാകുമ്പോൾ, അല്ലേ? എല്ലാവരെയും കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യും. സ്ത്രീകളോടോ കൈപിടിക്കാതെ ബൈഅത്ത് ചെയ്യും. റസൂലുള്ള പറയുകയും ചെയ്തു, ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല. തറ മുസ്ലിങ്ങളുണ്ടല്ലേ സ്ത്രീകൾക്ക് ഷെയ്ഖ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പാടില്ല. റസൂൽ പറഞ്ഞതാണ്, ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്യുകയില്ല, മഹറമല്ലാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭാര്യമാരില്ലാത്തവർക്ക്. ഇന്നി ലാ ഉസാഫിഹു നിസാ. എന്നാൽ സ്ത്രീകളോട് ബൈഅത്ത് വാങ്ങാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് റസൂലുള്ളാഹിന്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ച കാര്യമാണ്, മുഅ്മിനീങ്ങളായി വന്നാൽ ഫബായിഉൻ, അവരോട് നീ പ്രതിജ്ഞ വാങ്ങുക, അല്ലാഹു അല്ലാതെ ആരാധിക്കുകയില്ല, നിസ്കരിക്കും, ഹറാമുകൾ ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല. ആ കൂട്ടത്തിൽ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ ബൈഅത്തിന്റെ കൂട്ടത്തിൽ, മുസ്ലിമാകുന്ന ബൈഅത്തിന്റെ കൂട്ടത്തിൽ നബി ഞങ്ങളോട് ബൈഅത്ത് വാങ്ങിയിരുന്നു, കരാറ് വാങ്ങിയിരുന്നു, അല്ലാ നനൂഹ്, ഞങ്ങൾ നിയാഹത്ത് നടത്തുകയില്ല. ആളുകൾ മരിച്ചാൽ ഇങ്ങനെ ആർത്തട്ടസിക്കാൻ നിലവിളിക്കുക, മാറത്തടിക്കുക, തലയിൽ മണ്ണ് വാരിയിടുക, അങ്ങനെയുള്ള പണി ചെയ്യുക. കാരണം സ്ത്രീകൾക്കിടയിൽ കൂടുതലായത് കൊണ്ടാണ് അത് പ്രത്യേകം ബൈഅത്ത് വാങ്ങിയത്. എന്നിട്ട് ഉമ്മു അത്തിയ്യ പറയുന്നത് കേട്ടോളൂ. അവർ പറയുകയാണ്, ഒരുപാട് സ്ത്രീകൾ റസൂലുള്ളാഹിയുടെ ബൈഅത്ത് വാങ്ങിയിരുന്നു, ചെയ്തിരുന്നു, പക്ഷേ റസൂലുള്ളാഹിയുടെ ബൈഅത്ത് ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങളിൽ 5 സ്ത്രീകളല്ലാതെ ഇത് പാലിച്ചിട്ടില്ല. നോക്കണം, സഹാബികളായ വനിതമാരുടെ അവസ്ഥ പോലും ഇങ്ങനെയാണ്. കാരണം ഒരു പെട്ടെന്ന് എങ്ങനെ ആയിപ്പോവും. 5 പേരല്ലാതെ ഇത് പാലിച്ചിട്ടില്ല. ആരൊക്കെയാണത്? ഒന്ന് ഉമ്മു സുലൈം, നമ്മൾ കഴിഞ്ഞാഴ്ച കഥ പറഞ്ഞില്ലേ, ഉമ്മു സുലൈം ഒന്ന്. 2 ഉമ്മു അല മറ്റൊരു വനിതയാണ്. അതുപോലെ അബൂ സബ്രയുടെ മകൾ. അതുപോലെ ഇബ്നത്തു അബീ സബ്ര ഒന്ന്, പിന്നെ ഇമ്രഅത്തു മുആദ്. അപ്പൊ 4 ആളായി. 5ാമത്തെ ആരായിരിക്കും? ഇത് പറയുന്ന സ്ത്രീ മുഅത്തിയ്യ, ഉമ്മു സുലൈം, ഉമ്മുൽ അല, ഇബ്നത്തു അബീ സബ്ര, ഇമ്രഅത്തു മുആദിന്റെ ഭാര്യ. 5 സ്ത്രീകൾ. ഇവരല്ലാതെ ഇത് പാലിച്ചിട്ടില്ലെന്ന് ആര് പറയുന്നു? മുഅത്തിയ്യ റളിയല്ലാഹു അൻഹ പറയും. നോക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങിയിരുന്നത് അതിന് കിട്ടിയില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇതാണ് അടുത്ത ഹദീസ്. ഇത് നോക്കൂ, അടുത്തൊന്ന്. ഈ പറയുന്ന സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ദേശിക്കുന്നത്, ഇമാം മുസ്ലിം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അടുത്തതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ أن عمر بن الخطاب لما طعن عولت عليه حفصة. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുത്തേറ്റല്ലേ പള്ളിയിൽ നിന്ന്, അതാണ് കുത്തിക്കൊന്നതല്ലേ, അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയായ അബൂ ലുഅ്ലുഅ എന്ന അഗ്നിയാരാധകനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്നത്. അതോടുകൂടിയാണ് ഫിത്നകളുടെ വാതിൽ തുറന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറാണ് വാതിൽ, ആ വാതിൽ തകർക്കപ്പെട്ടാൽ പിന്നെ ഫിത്നകൾ ആരംഭിക്കും, പിന്നെ പ്രശ്നങ്ങളുണ്ടായി. ഖവാരിജികളുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞു, ഉസ്മാൻ കൊലപ്പെടുത്തുന്നതിലേക്ക് എത്തി ഖവാരിജികൾ. പിന്നീടാണ് മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ തുടങ്ങിയത്. ആ ഫിത്ന ആരല്ലേ അവസാനിക്കുള്ളൂ? മസീഹുൽ ദജ്ജാലിലെ അവസാനിക്കുള്ളൂ. ഉമറിന്റെ കാലത്ത് യാതൊരു ഫിത്നയില്ല.
വരുന്ന ചെയ്താൻ ഓടും. പിന്നല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റപ്പോൾ ഉമറിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ നിലവിളിച്ചു. فقال عمر بن الخطاب പറഞ്ഞു يا حفصة أما سمعت رسول الله صلى الله عليه وسلم يقول المعول عليه يعذب. ഹഫ്സ നീ കേട്ടിട്ടില്ലേ ഇങ്ങനെ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത് അവർ ശിക്ഷിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? കരഞ്ഞാൽ മാത്രമല്ല പിന്നെ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത് അവർ ശിക്ഷിക്കപ്പെടുമെന്ന് നീ കേട്ടിട്ടില്ലേ? അതിന്റെ സംശയം അത് കേൾക്കുമ്പോ വിശദീകരണം വരും. അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു നിലവിളിച്ചു. യഖൂൽ പറഞ്ഞു എന്റെ സഹോദരൻ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ആരും നിലവിളിക്കില്ല. ആർക്കാണ് കുത്തേറ്റത്? ഖത്താബിനല്ലേ റളിയല്ലാഹു അൻഹു. ഉമറിനാണ് കുത്തേറ്റത്. ആര് നിലവിളിക്കാതിരിക്കും? നിലവിളിച്ചു പോയി. അവസ്ഥയും അതുപോലെ ആരാണ്? സുഹൈബും. ഉമർ ഖത്താബ് ഫഖാല ഉമർ പറഞ്ഞു യാ സുഹൈബ് അമാ അലിംത അന്ന അൽമുഅവ്വൽ അലൈഹി യുഅദ്ദബ്. സുഹൈബ് നീ കേട്ടിട്ടില്ലേ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി കരഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത് ഇങ്ങനെ നിലവിളിച്ചത്? സാധാരണ കരച്ചിലല്ല. അവർ ശിക്ഷിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബഅദി ബുകാഇ അഹ്ലിഹി അലൈഹി. മയ്യിത്തിന്റെ ഒരു മയ്യിത്ത് ശിക്ഷിക്കപ്പെടും അതിന്റെ ബന്ധുക്കൾ, ആ മയ്യിത്തിന്റെ ബന്ധുക്കളുടെ ചില കരച്ചിൽ കാരണത്താൽ മയ്യിത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിലുണ്ട് ഫീ ഖബ്രിഹി, എന്താണ് അയാളുടെ ഖബറിൽ എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മറ്റൊരു ഹദീസ് വായിക്കാം, എന്നിട്ട് അതിന്റെ വിശദീകരണം പറയാം. ആറാമത്തെ ഹദീസ് എന്താണ്? ഇന്നൽ മയ്യിത യുഅദ്ദബു ബിബുകാഇ അഹ്ലിഹി അലൈഹി അൽ മയ്യിത് യുഅദ്ദബു ഫീ ഖബ്രിഹി ബിമാ നീഹ അലൈഹി. ഇത് തന്നെ വേറെ ലഫ്ളുകളോടെ മയ്യിത്ത് അതിന്റെ പേരിൽ നിയാഹത്ത് ഉണ്ടായതിന്റെ കാരണത്താൽ ഖബറിൽ ശിക്ഷിക്കപ്പെടും. ഇതും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊന്ന് ബുഖാരിയിൽ തന്നെ ഉള്ളത് മൻ യുനഹ് അലൈഹി യുഅദ്ദബ് ബിമാ നീഹ അലൈഹി യൗമൽ ഖിയാമ. നേരത്തെ പറഞ്ഞ ഖബറിലാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ എന്താണ്? ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. ഏത് മയ്യിത്തിനു വേണ്ടിയാണ് കരഞ്ഞത് ആ മയ്യിത്ത് ശിക്ഷിക്കപ്പെടും. എന്നിട്ട് ശൈഖ് അൽബാനി പറയുകയാണ് ഈ ഹദീസുകൾ ഉദ്ധരിച്ച ശേഷം وفي هذا الحديث بيان أن البكاء المذكور في الحديث الذي قبله ليس المراد به مطلق البكاء. ഈ ഹദീസിലും ഇതിനു മുമ്പ് പറഞ്ഞ ഹദീസിലും ഒക്കെ ഉള്ള കരച്ചിൽ സാധാരണ കരച്ചിൽ, എല്ലാ കരച്ചിലും ഇതിൽ ഉൾക്കൊള്ളുകയില്ല. ബൽ ബുകാഉൻ ഖാസുൻ വഹുവ നിയാഹ, നിയാഹത്തിന്റെ പരിധിയിൽ വരുന്ന കരച്ചിൽ അതാണ് ഉൾപ്പെടുന്നത്. വഖദ് അശറ ഇലാ ഹദാ ഹദീസ് മുതഖദ്ദിം ഫി റിവായത്ത് താനിയ വഹുവ ഖൗലുഹു ബിബഅദി ബുകാ. കാരണം അതിലേക്ക് സൂചന നൽകുന്നതാണ് ഉമർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഉമർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താണത്? ചില കരച്ചിൽ എന്നാണുള്ളത്, എല്ലാ കരച്ചിലല്ല, ചില കരച്ചിൽ, നിയാഹത്തിന്റെ പരിധിയിൽ പെടുന്ന കരച്ചിൽ. എന്നിട്ട് അൽബാനി പറയുന്നു ثم ان ظاهر هذا الحديث والذين قبله مشكل. ഈ ഹദീസും ഇതിനു മുമ്പ് പറഞ്ഞ രണ്ട് ഹദീസുകളും അതിന്റെ ചെറിയൊരു മുഷ്കിലുണ്ട്. ഇതാണ് മുഷ്കിൽ. لانه يتعارض مع بعض اصول الشريعه وقواعدها المقرره في مثل قوله تعالى ولا تزر وازرة وزر اخرى. ആ ആയത്തിനെതിരല്ലേ ഈ ഹദീസ് എന്ന് തോന്നാൻ സാധ്യത. ഒരു മനുഷ്യനും അയാളുടെ ഭാരമല്ലാതെ, അയാളുടെ പാപഭാരമല്ലാതെ വഹിക്കില്ല. മയ്യത്തിന് വേണ്ടി കരഞ്ഞത് വേറെ ആൾക്കാരല്ലേ, അതിന് ഇയാളെന്തിന് ശിക്ഷിക്കപ്പെടണം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, ഉസൂലാണ്, ഖവായിദാണ്. ഒരു മനുഷ്യന്റെ പ്രവർത്തിക്കല്ലാതെ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത്. പക്ഷെ അതിനെങ്ങനെ ഇവിടെ ശരിയാവും എന്നൊരു സംശയം ഉണ്ടായേക്കാം. ഇങ്ങനെ ചില സംശയം കണ്ടാൽ ചില ആൾക്കാർ ചാടി പറയും പരിശുദ്ധ ഖുർആനിനെതിരെ ഹദീസുകൾ പ്രഖ്യാപിച്ചാണ്. എങ്ങനത്തെ ഹദീസാ ഇടവണ്ണന്റെ പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് നാട്ടുകാർക്കാരും അറിയാത്ത മുഹദ്ദിസായിരിക്കും. ഇങ്ങനത്തെ ചില മുഹദ്ദിസുകൾ പ്രഖ്യാപിച്ചത് എന്താണ്? ഖുർആനിനെതിരെ സ്വീകരിക്കാൻ പാടില്ല. ഉലമാക്കൾക്ക് കണ്ടതിന് മറുപടിക്ക് മറുപടിയും അതിന്റെ വിശദീകരണം ഒക്കെ പറഞ്ഞിട്ടുള്ള 1400 കൊല്ലമായി മുസ്ലിം ഉമ്മത്ത് പറഞ്ഞു വന്ന ഹദീസുകളാണ് ഇതൊക്കെ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. എന്താണ് അതിനെ ജുംഹൂറുൽ ഉലമ മുഹദ്ദിസുകളിൽ, അതിന്റെ ശാരിഹുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? وهو أن الحديث محمول على من أوصى بالنوح عليه أو لم يوصي بتركه مع علمه بأن الناس يفعلونه عادة. ആരാണ് ശിക്ഷിക്കപ്പെടുക? ഇങ്ങനെ എനിക്ക് വേണ്ടി കരയണം എന്ന് വസിയത്ത് പറഞ്ഞവൻ, ഇങ്ങനെ എനിക്ക് ഞാൻ വെച്ചെങ്ങനെ പൊട്ടിക്കരണം എന്നായിരുന്നു വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ,
അല്ലെങ്കിൽ ആരാണ് സാധാരണ നിലയിൽ ജനങ്ങളുടെ ആദത്തായി ഇങ്ങനെ നിയാഹത്തുണ്ട്, ജനങ്ങൾ ഇങ്ങനെ പൊട്ടിക്കറിയുന്ന പരിപാടി ഉണ്ട് എന്നറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യരുത് എന്ന് വസിയത്ത് ചെയ്യാത്തവർ, അങ്ങനെയുള്ളവരാണ് ശിക്ഷിക്കപ്പെടുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. താബിഈങ്ങളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഇത് ശിക്ഷിക്കപ്പെടുക? ഇദാ കാന യൻഹാഹു ഫീ ഹയാതിഹി ഫഫഅലു ശൈഅൻ മിൻ ദാലിക ബഅദ വഫാതിഹി ലം യകുൻ അലൈഹി ഷൈ. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് തന്നെ ഇങ്ങനെ ജനങ്ങളോട് ചെയ്യരുത് ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്നിട്ടും അവർ ചെയ്താൽ ലം യകുൻ അലൈഹി ഷൈ, അവന് യാതൊരു കുറ്റമില്ല, അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. ഇതാര് പറഞ്ഞതാണ്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് സലഫു സ്വാലിഹുൽപ്പെട്ട വ്യക്തിയാണ്. അവർ മനസ്സിലാക്കിയപ്പോഴാണ് ഹദീസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കി ഡിക്ഷണറി നോക്കി ഖുർആൻ നോക്കി അപ്പൊ തെറ്റാണ് അത് തള്ളിക്കളയാന്നുള്ളത് അത് ഇസ്ലാമിന് ചിലപ്പോൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്, കുഫ്രായി മാറും. സഹിയായ ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ആണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. ഇത് മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുള്ള വിശദീകരണമാണ്. നോക്കണം, അപ്പൊ നിയാഹത്ത് പാടില്ല എന്നതിനുള്ള ഹദീസുകളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഹദീസിൽ പറഞ്ഞെന്താ? നിയാഹത്തിന് തൗബ ചെയ്യാതെ മരിച്ചാൽ പരലോകത്ത് കത്റാൻ കൊണ്ടുള്ള താറ് കൊണ്ടുള്ള വസ്ത്രം അണിയിക്കപ്പെടും, വ്രണം കൊണ്ടുള്ള വസ്ത്രം അണിയിക്കപ്പെടും. അതുപോലെ സഹാബിമാർ പറഞ്ഞു, സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ഇസ്ലാമിലേക്ക് വരുമ്പോഴുള്ള ബൈഅത്തിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്യരുതെന്ന് കൂടി ബൈഅത്ത് വാങ്ങാറുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഉമ്മത്തിൽ ജാഹിലിയത്തിന് 4 കാര്യങ്ങൾ അവശേഷിക്കും. അതിലൊന്നാണ് ഈ നിയാഹത്ത്. തറവാടിന്റെ മഹിമ പറയലും, തറവാട് പറഞ്ഞ് കുറ്റി പറയലും, പിന്നെ മഴ നക്ഷത്രങ്ങൾ കൊണ്ടാണ് മഴ കിട്ടിയതെന്ന് പറയലും ഒക്കെ. ഇതിന്റെ കൂട്ടത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ 7 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നോക്കൂ, 8ാമത്തെ ഹദീസ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചതാണ് ഈ വിഷയത്തിൽ മാത്രം. ആരാണ്? അൻ നുഅ്മാൻ ഇബ്നു ബശീർ ഖാൽ, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഗ്മിയ അലാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന മഹാനായ സഹാബി അവിടുന്ന് ഉണ്ടായി ഉഗ്മിയ അലൈഹി, ബോധം പോയി. ഫജഅലത് ഉഖ്തുഹു അംറ തബ്കി. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ സഹോദരിയായ അംറ കരയാൻ തുടങ്ങി. ഒരു നിയാഹത്തിന്റെ പോലെയുള്ള കരച്ചിൽ കരയാൻ തുടങ്ങി. എന്നിട്ട് പറയാൻ തുടങ്ങി, വാ ജബലാ. ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം. അറബികൾ പുകഴ്ത്തി പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജബലാ, ജബൽ എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരാളെ ജബൽ എന്ന് പറയാറില്ല. പുകഴ്ത്തി പറയാൻ വേറെ വാക്കുണ്ടാവും, മഹാൻ എന്നൊക്കെ പറയുന്നത് പോലെ അറബികൾ ജബല, ഒരു പർവ്വതമാണ് അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം ജബല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുക. വാ കെദാ വാ കെദാ, ഓരോരോ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് കരയാണ്. ആര്? സഹോദരി. മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട്. മരിച്ചിട്ടൊന്നുമില്ല, ബോധം കെട്ടിട്ടുള്ളൂ. ത്വാദ്ദിദാലി, ഇങ്ങനെ എണ്ണി ഓരോരോന്ന് പറയാൻ തുടങ്ങി സഹോദരി. ഫഖാല ഹീന അഫാഖ, കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് ബോധം വന്നു. ബോധം വന്നപ്പോ അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? മാ ഖുൽതി ശൈഅൻ ഇല്ലാ ഖീല ലീ അൻത കദാലിക്. എന്താണ്? നീ എന്നെ പറ്റി എന്ത് പുകഴ്ത്തി പറയുമ്പോഴും ആരോ ഒരാൾ എന്നോട് വന്ന് പറയുന്നു, തന്നെ നീ ഇങ്ങനെയാണോ, ഈ യോഗ്യതയൊക്കെ നിനക്കുണ്ടോ എന്ന് എന്നോട് പറയപ്പെടുകയുണ്ടായി. നോക്കണം എന്റെ ഗൗരവം. എന്നെ പറ്റി ഇങ്ങനെ നീ പൊക്കി പറയുന്ന ഓരോന്ന് പറയുമ്പോഴും എന്നോട് പറയപ്പെടുകയുണ്ടായി, ഇതാ ഈ പറയുന്നത് ശരിയാണോ, നീ ഇങ്ങനെയാണോ എന്ന് പറയാൻ തുടങ്ങി. നോക്കണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലമ്മാ മാത്, നുഅ്മാൻ ഇബ്നു ബശീർ പറയുകയാണ്, പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ മരണപ്പെട്ടപ്പോൾ ലം തബ്കി അലൈഹി, സഹോദരി ഇങ്ങനെ കരഞ്ഞിട്ടില്ല. അവരത് ശ്രദ്ധിച്ചു. ആരുദ്ധരിച്ചതാണ്? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഇത് നിയാഹത്തിന് പാടില്ല എന്നതിന് തെളിവായി കൊണ്ടുള്ള ഹദീസുകൾ 8 ഹദീസുകൾ നമ്മൾ പറഞ്ഞു ഒരു വിഷയത്തിൽ മാത്രം. ഇനി നോക്കൂ, അടുത്തത് എന്താണ് പാടില്ലാത്ത കാര്യം? ബന്ധുക്കൾക്ക് പാടില്ലാത്ത കാര്യം ദർബുൽ ഹുദൂദ്. ദർബുൽ ഹുദൂദ്, കവിൾത്തരിക്കുക. സ്വന്തം കവിളത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പിന്നെ മനുഷ്യന്റെ പേര്. വശഖുൽ ജുയൂബ്, മാറു വലിച്ചു കീറുക. ഈ ജൈബ് എന്ന് പറഞ്ഞാൽ മാറി കീറുക, വസ്ത്രം വലിച്ചെടുക്കുക, മുഖത്തടിക്കുക, നെഞ്ചത്തടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാടില്ല. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ.
ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മിൽപ്പെട്ടവനല്ല. ആരാണ്? മൻ ലഖമൽ ഹുദൂദ്, മുഖത്തടിക്കുന്ന കവളത്തടിക്കുന്നവൻ. കവളത്തടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. മറ്റുള്ളവരെ അടിക്കാൻ പാടില്ല, സ്വയം അടിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? മുഖത്തടിക്കാനുള്ള ഒരു മനുഷ്യനെ അപമാനിക്കണം. ഒരു മനുഷ്യന്റെ അഷറഫായ വളരെ മാന്യമായ ഭാഗമാണ്, ശരീരഭാഗമാണ് അയാളുടെ കവളെന്ന് പറഞ്ഞാൽ അടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കാഫിറുകളെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തടിക്കും, അവരുടെ പിന്നിലടിക്കും എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? അങ്ങേയത്തെ അപമാനിക്കുക. മുഖത്തടിക്കാൻ അതിനേക്കാളും വലിയ അപമാനം തരും. മലക്കുകൾ അടിക്കും, മുഖത്തടിക്കും മരിപ്പിക്കുമ്പോൾ. നീ കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന രംഗമെങ്ങാണ് നീ കണ്ടിരുന്നെങ്കിൽ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. എന്നാൽ നമ്മൾ അടിക്കാൻ പാടില്ലോ? പാടില്ല. റസൂൽ പറയുന്നത് ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല മൻ ലഖമൽ ഹുദൂദ്, മുഖത്തടിക്കുന്നവർ, വശഖൽ ജുയൂബ്, മാറു വലിച്ചു കയറിയവൻ, വദഅ ബിദഅവൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ വിളി വിളിക്കുന്നവൻ. ജാഹിലിയത്തിന്റെ വിളി ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ ചില സഹാബിമാർക്കിടയിൽ ഒരിക്കൽ തർക്കം വന്നപ്പോ, ഒരു പ്രശ്നം വന്നപ്പോ അവർ വിളിച്ചു. മുഹാജിറായ ഒരു സഹാബി, അൻസാരികളായ സഹാബികൾ, ഒരു സഹാബി തമ്മിലാണ് പ്രശ്നം. അപ്പൊ എന്തോ കുഴപ്പമായപ്പോ ഒരു സഹാബി വിളിച്ചു, യാ മാശറൽ മുഹാജിരീൻ, മുഹാജിരികളെ പറഞ്ഞു. മറ്റേ സഹാബി അൻസാരികളെയും വിളിച്ചു. പിന്നെ ജാഹിലിയത്തിന്റെ വിളിയാണ്. കാരണം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന വിളിയാണ്, കക്ഷിത്വമാണ്, കക്ഷിത്വത്തിന്റെ വിളിയാണ്, അത് ജാഹിലിയത്തിന്റെ വിളിയാണ്. അത് പാടില്ല. അങ്ങനെ ജാഹിലിയത്തിന്റെ വിളി വിളിക്കുന്നവൻ, മാറു വലിച്ചു കീറുന്നവൻ, മുഖത്തടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്, ഹദീസുകളാണ്. ഇത് നോക്കൂ, അതുപോലെ നിയാഹത്ത് പോലെ ഈ പറഞ്ഞതുപോലെ പാടില്ലാത്തതാണ് ഹൽഖു ശഅർ. ചിലപ്പോൾ അറബ് നാട്ടിലൊക്കെ ഉണ്ടാവും. ആരെങ്കിലും മരിച്ചാൽ മൊട്ടയടിക്കാം, ദുഃഖാചരണത്തിന് വേണ്ടി എന്തായിരിക്കും? മൊട്ടയടിക്കും, മുടി വടിച്ചാൽ. لحديث أبي بردة ابن أبي موسى قال أبو بردة رضي الله عنه عند حديث الرسالة وجع أبو موسى وجعا فغشي عليه. أبو موسى رضي الله عنه വേദന ഉണ്ടായി, അങ്ങനെ ബോധം പോയി. ورأسه في حجر امرأة من أهله, അദ്ദേഹത്തിന്റെ തല അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുടെ റൂമിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. فصاحت امرأة من أهله, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ അട്ടഹസിച്ചു ബോധം പോയപ്പോ. فلم يستطع أن يرد عليها شيئا, അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്തൊന്നും മറുപടി പറയാൻ പറ്റില്ല, ബോധം പോയല്ലോ. പക്ഷെ പെട്ടെന്ന് കേൾക്കുകയും ചെയ്തു. فلما أفاق, ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, أنا بريء ممن برئ منه رسول الله صلى الله عليه وسلم, നബി ബന്ധം മുറിച്ചവൻ, നബി ഞാൻ വിദൂരമാണെന്ന് പറഞ്ഞ ആളുമായി ഞാനും വിദൂരത്താണ്, ഞാൻ അവരും തമ്മിൽ ബന്ധമില്ല. നബി ബന്ധമില്ലെന്ന് പറഞ്ഞവരുമായി എനിക്കും ബന്ധമില്ല. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമായാണ് ബന്ധമില്ലെന്ന് പറഞ്ഞത്? فإن رسول الله صلى الله عليه وسلم برئ من الصالقة والحالقة والشاقة. رسول الله ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു മിന സാലിഖ, മരണപ്പെട്ടാൽ അട്ടഹസിക്കുന്ന സ്ത്രീയുമായി. നബി അവൾ എന്നിൽപ്പെട്ടവനല്ല അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വൽ ഹാലിഖ, ഹാലിഖ പറഞ്ഞാൽ മുടി പഠിച്ചു കളയുക, മരിച്ചതിന്റെ പേരിൽ. അവളുമായും അവൾ എന്നിൽപ്പെട്ടവൻ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വശാഖ, നേരത്തെ പറഞ്ഞതുപോലെ വലിച്ചു കയറുക, വസ്ത്രം വലിച്ചു കയറുക മരണത്തിന്റെ പേരിൽ, അവളും എന്നിൽപ്പെട്ടവളല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു. അഖ്റജഹുൽ ബുഖാരി മുസ്ലിം. ഇത് അബൂ മൂസ പറഞ്ഞത് എപ്പോഴാണ്? റസൂലുള്ളാഹി ബന്ധം ഇല്ല എന്ന് പറഞ്ഞവരുമായി ഈ ആളുകളുമായി എനിക്ക് ബന്ധമില്ല, കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ നിലവിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇതിലെന്തും കൂടി വന്നു, ഏതും കൂടി വന്നു? ഈ ഹദീസിൽ മുടി ഒഴിക്കാന്നുള്ളതും കൂടി വന്നു. അതും പാടില്ലാത്തതാണ്. ഇനി അടുത്തത് നശ്റു ശഅർ, മുടി ഇങ്ങനെ തിരിച്ചിടാന്ന് പറയില്ല, മുടി കെട്ടാതെ മരിച്ചതിന്റെ പേരിൽ മുടി ഇങ്ങനെ വിടർത്തില്ല. സ്ത്രീകൾ സാധാരണ ചെയ്യാറില്ല അത്, മുടി തിരിച്ചിടുക മരിച്ചതിന്റെ പേരിൽ. لحديث امرأة من المبايعات, നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിയുമായി ബൈഅത്ത് ചെയ്ത സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ كان فيما أخذ علينا رسول الله صلى الله عليه وسلم في المعروف الذي أخذ علينا ألا نعصيه فيه. ഈ സഹാബി വന്നിട്ട് പറയുകയാണ്, നബി ഞങ്ങളോട് ബൈഅത്ത് വാങ്ങിയ, നബിയെ ധിക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്
ബൈഅത്ത് വാങ്ങിയ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് വഅല്ലാ നുഹ്മിശ വജ്ഹൻ വലാ നദ്ഉ വൈലൻ വലാ നശുഖ ജൈബൻ വഅല്ലാ നൻശുറ ശഅറൻ. മുഖത്തടിക്കരുത്, അതുപോലെ വൈൽ പറയരുത്. എന്താ വൈൽ? നാശം. ശപിക്കാൻ പാടില്ല. സ്ത്രീകൾ നരകത്തിൽ കൂടുതലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടായ രണ്ട് കാരണങ്ങളിൽ ഒന്നിതാണ്. ഒന്ന്, ഭർത്താവിനോട് നന്ദി കേട് കാണിക്കും. രണ്ടെന്താണ്? ശാപവാക്കൾ കാലത്ത് ധാരാളമായി പറയും. ശാപവാക്കൾ ധാരാളം പറയും. പെട്ടെന്ന് ശപിച്ചാൽ നാശം. അതുപോലെ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കാണിക്കാൻ നന്ദി കേട് എന്താ പറഞ്ഞത്? നീ കാലം മുഴുവൻ അവൾക്ക് നന്മ ചെയ്ത് കൊടുക്കും, എല്ലാം കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് അവൾ പറഞ്ഞത് നീ വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ വിട്ടുപോയാൽ അവൾ പറയും, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് ഹൈറും ചെയ്തു തന്നിട്ടില്ല, അല്ലെങ്കിൽ എപ്പോ നിങ്ങൾ ചെയ്തു തന്നത്, എന്നാ നിങ്ങൾക്ക് തന്നു, പണ്ടേ ഇങ്ങനത്തെ എന്ന് പറയും. നന്ദി കേട് മനസ്സിലല്ലോ. അതുണ്ടായാൽ അതാണ് അതും കൂടുതലുമായതാണ് സ്ത്രീകൾ നരകത്തിൽ കൂടുതലാവാൻ കാരണമെന്ന് അപ്പൊ വൈല് പറയാൻ പാടില്ലെന്നും, അതുപോലെ മാറി കീറാൻ പാടില്ലെന്നും, അടുത്ത വസ്ത്രം കീറാൻ പാടില്ലെന്നും, വല്ലനൻ ശുറശാറൻ മുടി ഇങ്ങനെ, ഇതൊക്കെ മരണത്തിന്റെ പേരിലാണ്. മൊത്തടിക്കുകയും അതുപോലെ നാശം പിടിക്കലും വസ്ത്രം മാറി വലിച്ചു കീറലും അതുപോലെ മുടി പിരിച്ചിടലും മുടി ഇങ്ങനെ വിടർത്തിയിടലും പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ബൈഅത്ത് വാങ്ങിയിരിക്കുന്നു. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കണം. എന്താണ് ഇഅഫാഉ ബഅദി الرجال لحاهم اياما قليله حزنا من ميته. ചില ആണുങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ കുറച്ച് ദിവസം താടി വളർത്തും. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ എന്ത് ചെയ്യും? എപ്പോഴും രാവിലെ പോയി ഷേവ് ചെയ്യുന്ന ആളാണ്. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഷേവ് ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ തുടർന്നാൽ കുഴപ്പമില്ല, നല്ലതാണ്, ചെയ്യണം, നിർബന്ധം. എന്നാലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഒരു ചൂട് മാറുമ്പോൾ ഇനിയും മരിക്കും. ഇതെന്താണ്? ഷെഹൽബാനി പറഞ്ഞ ബിദഅത്താണ് ഇതെന്നാണ്. ദുഃഖത്തിന്റെ പേരിൽ സാധു ആറാമി ഞാൻ മറന്നതാണ്. കുറച്ചാലും കഴിഞ്ഞപ്പോ പിന്നെയും പഠിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഷെഹൽബാനി പറയാം, കുറച്ച് കഴിഞ്ഞാൽ പടിയം തന്നെ ആയി മാറി. ഈ വളർത്തലുണ്ടല്ലോ, ഈ വളർത്തൽ നേരത്തെ നബി പറഞ്ഞ മുടി വിടർത്തി ഇടുന്നതിലാണ് ഇത് പെടുക. മാത്രമല്ല പറഞ്ഞിരിക്കുന്നു, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ്. ഇവൻ ഉദ്ദേശിച്ചതാണ്. എന്നിട്ട് ഈ ഉണ്ടല്ലോ, ഈ താടി വളർത്തൽ എന്ന് പറഞ്ഞതിന് ഒരു നമ്പർ ഇട്ട് ഷെയ്ഖ് അൽബാനി താഴെ പറയാം. എന്നാൽ മനസ്സിലാക്കണം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് താടി വളർത്തുക എന്നുള്ളത് എന്താണ്? സുന്നത്തുൻ വാജിബത്തുൻ, വാജിബായ സുന്നത്താണ്. അങ്ങനെ വാജിബായ സുന്നത്ത്, വാജിബായ നബിചര്യയാണെന്നാണ് അർത്ഥം. നമ്മൾ മനസ്സിലാക്കിയ സുന്നത്തുണ്ട്, ചെയ്താൽ കൂലെടുത്തോ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തോ. അത് കർമ്മശാസ്ത്രത്തിൽ ചില വിഷയങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ചില പണ്ഡിതന്മാർക്ക് കൊടുത്തുള്ള നിർവചനം മാത്രമേ. സാധാരണക്കാർ സുന്നത്ത് എന്നല്ല, മുസ്തഹബ് എന്നാണ് നല്ല വാക്ക്. സുന്നത്താണ് നബിയുടെ ചര്യ. വാജിബത്തുൻ സുന്നത്തുൻ വാജിബത്തുൻ ഖസ്സറ الكثيرون بها. ഒരുപാട് ആളുകൾ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്ന കുറെ ആളുകൾ തന്നെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്ന ആളുകൾ ഇല്ല, കുറച്ചാളല്ല. ഇത് ഷെയ്ഖ് അൽബാനി പ്രത്യേകം പറഞ്ഞ വാജിബാണ്. നമ്മുടെ മുമ്പ് ക്ലാസ്സിൽ അത് വാജിബായുള്ള കാരണങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. എല്ലാവരും താടി വളർത്തണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അടുത്തത് الإعلام عن موته على رؤوس المنائر ونحوها لأنه من النعي. അതുപോലെ മരണത്തെക്കുറിച്ച് പള്ളി മിനാരങ്ങളിലൊക്കെ വിളിച്ചു പറയുക. ആള് മരിച്ചത് പള്ളി മിനാരങ്ങളിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുക, അത് ഈ നഅയിൽപ്പെട്ടതാണെന്നാണ്. അങ്ങനെ അനൗൺസ് ചെയ്യാൻ പാടില്ല. റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു, കാന ഇദാ മാത ലഹുൽ മയ്യിത്ത് ഖാൽ,
അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു ലാ തുഅ്ദിനു ബിഹി അഹദ ഇന്നി അഖാഫു അൻ യകൂന നഅയൻ ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അനിൻ നഅയ്. ഇത് ഈ മരണം നിങ്ങൾ ആരെ അറിയിക്കരുത്, അത് നഅയ് ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. റസൂലുള്ളാഹി ഈ നഅയ് വിരോധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെ അറിയിക്കരുത് എന്ന് പറഞ്ഞാൽ ജായിദായ നഅയുൽ ജായിസ് വരുന്നത് അടുത്ത അദ്ദേഹത്തിന് വ്യക്തമാവും. അടുത്ത അദ്ദേഹത്തിന്റെ പേര് തന്നെ നഅയുൽ ജായിസ് എന്നാണ്. ജായിസായ അറിയിക്കൽ എന്താണ്? അപ്പോ ഹറാമായ രീതിയിൽ റസൂലുള്ളാഹി പറഞ്ഞ നഅയ് അത് പാടില്ല. എന്നിട്ട് ശൈഖ് അൽബാനി പറഞ്ഞു വന്നഅയു ലുഗത്തൻ, ഭാഷയിൽ നഅയ് എന്ന് പറഞ്ഞു നഅയും നിയാഹത്തുണ്ട്. നിയാഹത്ത് പറഞ്ഞാൽ അട്ടഹസിക്കലാണ്, നഅയ് എന്ന് പറഞ്ഞാൽ അറിയിക്കലാണ്. ഹുവ ഇഖ്ബാർ ബിമൗത്തിൽ മയ്യിത്ത്, മരണം അറിയിക്കലാണ്. ഫഹു അലാ ഹാദാ യശ്മലു കുല്ല ഇഖ്ബാർ, അതിൽ സാധാരണ നിലക്ക് എല്ലാ അറിയിക്കലും പെടും. വലാകിൻ ഖദ് ജാഅത് അഹാദീസു സഹീഹ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിയാഹത്തിനെയും ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ബാക്കി സംഭവിച്ച അബദ്ധമാണ്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ അട്ടഹസിക്കലാണ്, മരിച്ചതിന് പേര്. നഅയ് എന്ന് പറഞ്ഞാൽ മരിച്ചത് അറിയിക്കലാണ്. മനസ്സിലോ? നിയാഹത്ത് പാടില്ലാത്തതാണ്. എന്നാൽ നഅയ് എന്താണ്? ജായിസായതും അല്ലാത്തതും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അങ്ങനെ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം. ولكن قد جاءت أحاديث صحيحة تدل على جواز نوع من الإخبار, എന്നാൽ ചില ഇനത്തിൽപ്പെട്ട അറിയിക്കൽ ജായിസാണെന്ന് അനുവദനീയമാണെന്ന് അറിയിക്കുന്ന സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. وقيد العلماء بها مطلق النهي, ആ ഹദീസ് കൊണ്ട് മൊത്തത്തിൽ അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസുകളെ പണ്ഡിതന്മാർ ചുരുക്കിയിട്ടുണ്ട്. ഏതറിയിക്കലാണ് പാടില്ലാത്ത ഏതാണ് പാടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. وقالوا إن المراد بالنعي الإعلان الذي يشبه ما كان عليه أهل الجاهلية من الصياح على أبواب الميت والأسواق كما سيأتي. പാടില്ല എന്ന് പറഞ്ഞാൽ നഅയ് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്ത് ഉണ്ടായിരുന്നത് പോലെ ഓരോ വീട്ടിന്റെ വാതിൽക്കൽ ചെന്ന് ഓരോ ചന്തയിലും ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയലാണ്. വലിദാലിക, അതുകൊണ്ടാണ് ഖുൽതു, ഞാൻ അടുത്ത അധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത് അന്നഅയുൽ ജായിസ്, അനുവദനീയമായ അറിയിക്കൽ. അതെങ്ങനെയാണ്? പാടില്ലാത്ത അറിയിക്കൽ പഠിച്ചു, ഇനി പാടുള്ള അറിയിക്കൽ എങ്ങനെയാണ്? ശൈഖ് പറയാണ് വയജൂസ് ഇഅ്ലാനുൽ വഫാത്തി ഇദാ ലം യഖ്തറിൻ ബിഹി മാ യുശ്ബിഹു നഅയൽ ജാഹിലിയ, ജാഹിലിയത്തിലെ അറിയിക്കലിനോട് സാദൃശ്യം ഇല്ലാത്ത അറിയിക്കൽ അനുവദനീയമാണ്. വഖദ് യുഹിബ്ബു ദാലിക ഇദാ ലം യകുൻ ഇൻദഹു വഖദ് യജിബു ദാലിക ഇദാ ലം യകുൻ ഇൻദഹു മൻ യഖൂമു ബിഹഖ്ഖിഹി മിൻ അൽ-ഗുസ്ലി വതക്ഫീർ വസ്സലാത്തി അലൈഹി വനഹ്വി ദാലിക. ഇനി ചിലപ്പോൾ നിർബന്ധമാവും അറിയിക്കൽ. എപ്പോ? മയ്യത്തിനെ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മയ്യത്തിന് നിസ്കരിക്കാനോ ഒക്കെ അറിയിച്ചാലേ ആളുകൾ വരൂ എന്നുണ്ടാവുമ്പോൾ അതെന്താണ്? നിർബന്ധം. കാരണം ഒരു നിർബന്ധമായ കാര്യത്തിലേക്കുള്ള മാർഗവും നിർബന്ധമാണ്, ഹറാമായ കാര്യത്തിലേക്കുള്ള മാർഗവും ഹറാമാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നിസ്കരിക്കാൻ വരാൻ ഒരാൾക്ക് നടക്കണം, അപ്പൊ നടത്തുന്ന നിർബന്ധമാണ്. വാജിബായ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിലേക്ക് നടന്നാലെത്തുമല്ലോ, അപ്പൊ നടക്കൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? വണ്ടി എടുത്ത് നിർബന്ധമാണ്. അതാണ് ചില ഉലമാക്കൾ അറബി ഭാഷ പഠിക്കുന്ന നിർബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൽമ് നിർബന്ധമാകുമ്പോൾ അറബി ഭാഷ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഫാത്തിഹ എല്ലാ മനുഷ്യർക്കും നിർബന്ധമായി പഠിക്കേണ്ട ഇൽമുണ്ട്, ഫർദ് കിഫായുണ്ട്. ഇല്ല, എല്ലാ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട ഫാത്തിഹ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും നിസ്കരിക്കാൻ പറ്റുമോ? അല്ല, ഓതാനുള്ള സൂറത്തുകൾ പഠിക്കണമല്ലോ, നിർബന്ധമാണല്ലോ. അപ്പൊ അതിന് അറബി ഭാഷ അറിയണ്ടേ, വായിക്കാൻ അറിയണ്ടേ? അറിയണം. അതല്ലാതെ ദീനിൽ അഗാധമായ ഫത്വ നൽകാൻ പോകുന്ന വിജ്ഞാനം അത് ഫർദ് കിഫായത്താണ്. ഒരു നാട്ടിൽ കുറച്ച് ആളുകളെങ്കിലും അതിനെ ഇറങ്ങണം, അല്ലെങ്കിൽ ഈ ആരുമില്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ എന്താണ് ഈ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാമെന്നും പറഞ്ഞാലേ ആളുകൾ അറിയുന്നുണ്ടാവും. എന്താവും? പറയൽ നിർബന്ധമാവും. ജായിസാവും മാത്രമല്ല, ചിലപ്പോൾ നിർബന്ധമാവും. അതിൽ ഒരുപാട് ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, عن أبي هريرة أن رسول الله صلى الله عليه وسلم نعى النجاشية في اليوم الذي مات فيه خرج إلى المصلى فصف بهم وكبر 4 أخرجه الشيخان. هذا الدرس لنا شيخان، على شيخان صحيح مسلم عند شيخ عمر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മരണം സഹാബിമാർക്ക് അറിയിച്ചു കൊടുത്തു. സഹാബിമാർക്ക് ആർക്കാ മരണം അറിഞ്ഞില്ല. ആരുടെ മരണം? നജാശി മരിച്ചപ്പോൾ ഹബ്ശയിലെ മുമ്പ് ക്രിസ്ത്യാനിയായിരുന്ന ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം കേട്ട് മുസ്ലിമായ, അവർക്ക് അഭയം നൽകിയ നജ്ജാശി മുസ്ലിമായ രാജാവാണ്. നജ്ജാശി മരണപ്പെട്ടപ്പോൾ അള്ളാഹു വഹീയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. നബി സഹാബിമാർ അറിയിച്ചു. അപ്പൊ സഹാബിമാരും നബിയും ചേർന്ന് നജ്ജാശിക്ക് വേണ്ടി ഗായിബിന്റെ മയ്യിത്ത് നിസ്കാരം നിസ്കരിച്ചു.
അങ്ങനെ അവസ്ഥയിൽ മാത്രമേ മൈദിസ്കരിക്കാൻ പാടുള്ളൂ ഗായിബായ ആൾക്ക്. ഷെഹബാൻ പുസ്തകത്തിലോ മൈദിസ്കാരത്തിന്റെ ബാബു എന്നത് പറയുന്നു. ദൂരെയുള്ള ആൾക്ക് വേണ്ടി സാധാരണ പത്രത്തിലൊക്കെ കാണാം, എന്നാ മുസ്ലിം മരിച്ചിരിക്കുന്നു, എല്ലാവരും മൈദിസ്കരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. സഹാബത്തിന്റെ കാലത്ത് തന്നെ നടന്നിട്ടില്ല. മനസ്സിലോ? വേറെ നാട്ടിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി അവിടെ നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്തില്ല, വേറെ നാട്ടിൽ വെച്ച് നിസ്കാരമില്ല, മയ്യത്തില്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്കാരമില്ല. അവിടെ നിസ്കാരം നടന്നിട്ടില്ലെങ്കിലാണ് നമസ്കരിക്കുന്നത്. നജാഷിനെ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായി, അവിടെ ആരും നിസ്കരിക്കാനില്ല, വേറെ ആരും അവിടെ നിസ്കരിക്കാനില്ല, നജാഷി മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിച്ചു. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ പാടുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരണം സഹാബിമാരെ അറിയിച്ചില്ലേ, ഇങ്ങനെ ദൂരം ഒരാൾ മരിച്ചു എന്നുള്ളത് അറിയിച്ചു. ഇത് തെളിവാണ്. അപ്പൊ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കുട്ടി മുസല്ലയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു മയ്യിത്ത് നിസ്കാരം റസൂലുള്ളാഹിന്റെ കാലത്ത് കൂടുതൽ നടന്നത് ഇവിടുന്ന പള്ളിയിൽ നിന്നല്ല, പള്ളിക്ക് പുറത്തുനിന്ന്. എന്നിട്ട് പോയി പള്ളിയിൽ നിന്ന് നടന്നിട്ടുണ്ട്, പള്ളിക്ക് പുറത്താണ് കൂടുതൽ. 4 തക്ബീറുകളോടെ നജാശിക്ക് വേണ്ടി നമസ്കരിച്ചു. അത്താനി രണ്ടാമത്തെ ഹദീസ് പറഞ്ഞല്ലേ, عن أنس قال قال النبي صلى الله عليه وسلم أنس رضي الله عنه പറയുന്നു റസൂലുള്ളാഹി പറഞ്ഞു أخذ الراية زيد فأصيب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനിക സംഘത്തെ അയച്ചു. നോക്കണം, നജാശിയുടെ ഈ മരണം ദൂരെ നടന്ന മരണം റസൂലുള്ളാഹി. എന്നാലോ പള്ളി അടിച്ചു വരുന്ന ആ കറുത്ത സ്ത്രീ അവർ മരിച്ചപ്പോൾ റസൂലുള്ളാഹി അറിഞ്ഞോ? ഇല്ല, നബി അറിഞ്ഞില്ല. സഹാബിമാര് മയ്യത്തിറക്കി അവർ നിസ്കരിച്ചു. എന്നിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്നെ അറിയിച്ചുകൂടായിരുന്നു? എന്നിട്ട് മയ്യത്ത് നിസ്കാരം കിട്ടാത്ത ആൾക്ക് കബറിന് പോയി നിസ്കരിക്കാം, അത് നിസ്കാരം, അത് മാത്രമേ കബറിന് നിസ്കാരമുള്ളൂ. ആ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു മയ്യത്തിറക്കിയതിന് ശേഷമാണ്. അപ്പൊ പള്ളിയിൽ, സ്വന്തം പള്ളിയിലുള്ള എന്നും കാണുന്ന ആ സ്ത്രീ മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല, തൊട്ടടുത്ത് നടന്നതാണ്. പക്ഷേ ദൂരെയുള്ള നജാശിയുടെ മരണം നല്ല അറിയിച്ചു കൊടുത്ത് അറിയും, അല്ലാത്ത അറിയില്ല. എല്ലാം അറിയോ? ഇല്ല, എല്ലാം അറിയുന്നതാണ് ഇവിടുത്തെ പല ആളുകളും വിശ്വസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ചില സഹാബിമാരുടെ മരണം സഹാബത്തിനെ അറിയിക്കാൻ ദൂരെ യുദ്ധത്തിന് അയച്ചു. എന്നിട്ട് അവർ കൊല്ലപ്പെട്ട വിവരം, ഷഹീദുകളായ വിവരം വഹീയിലൂടെ അല്ലാഹു നബി അറിയിച്ചു. ഇപ്പൊ നബി സഹാബിമാരോട് പറയാം, ഇസ്ലാമിന്റെ പതാക, യുദ്ധത്തിലെ പതാക സെയ്ദാണ് ആദ്യം പിടിച്ചത്. സെയ്ദ് കൊല്ലപ്പെട്ടു, ഷഹീദായി. പിന്നെ ആരാണ് പിടിച്ചത്? ജാഫറാണ് പിടിച്ചത്. ജാഫർ കൊല്ലപ്പെട്ടു, ഷഹീദായി. നേരത്തെ ബോധഗത്ത് എന്ന് പറഞ്ഞ സഹാബി ഉണ്ടല്ലോ, അവിടെ മരിച്ചതല്ലോ, പിന്നെയോ യുദ്ധത്തിനാണ് പിന്നീട് മരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊടി പിടിച്ചു, അവിടുന്ന് ഷഹീദായി. അനസ് പറയുന്നത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, നബിയുടെ കണ്ണുനീര് വരും, നബി കരയാണ് ഇത് പറയുമ്പോ. നബി പറയാണ്, പിന്നെ ആരും ഏൽപ്പിക്കാതെ, ഇതൊക്കെ നബി ആദ്യം പറഞ്ഞാണ്, ഇന്നാൾ കൊല്ലപ്പെട്ട ഇന്നാൾ പിടിക്കണം, കൂടി ഇന്നാൾ പിടിക്കണം പിന്നെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവർ മൂന്നാളും ഷഹീദുകളായപ്പോൾ പിന്നെ ആരും നേതൃത്വം ഏറ്റെടുത്തു? ഖാലിദ് ഇബ്നുൽ വലീദ് അലാ ഗൈരി ഇംറത്തി എന്ന് പറഞ്ഞാൽ ആരും അവിടുന്നോട് ഏറ്റെടുക്കാൻ ഖാലിദ് ഇബ്നുൽ വലീദിനോട് പറഞ്ഞല്ല, ആരും പറഞ്ഞല്ല. പക്ഷെ ഖാലിദ് സ്വയം ഏറ്റെടുത്തു. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ യുദ്ധം ജയിച്ചു. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ജയിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അവിടുന്ന് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. പക്ഷെ ഖാലിദ് ഇബ്നുൽ വലീദ് സാധാരണ പോലെ മരിക്കാറുണ്ട്, ഷഹീദായതല്ല. അള്ളാഹുവിന്റെ വിധി എങ്ങനെയാണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇത് നോക്കണം. മറ്റൊരു ഇമാം ബുഖാരി ഈ ബാബിന്, ഈ ഹദീസിന് നോക്കണം, യുദ്ധത്തിനെ പറ്റി പറഞ്ഞാണല്ലോ. പക്ഷെ ഈ ഹദീസിന് ഇമാം ബുഖാരി അധ്യായം കൊടുത്തിട്ടുള്ളത്, അധ്യായത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത് എന്താണ്? ബാബുർ റജുലി യൻആ ഇലാ അഹ്ലിൽ മയ്യിത്ത് ബിനഫ്സിഹി. ഒരു മനുഷ്യൻ മരണവിവരം ജനങ്ങളെ അറിയിക്കുന്ന അധ്യായം, ആ മയ്യത്തിന്റെ കുടുംബക്കാരെയൊക്കെ അറിയിക്കുന്ന അധ്യായം. ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്, നോക്കണം, ശ്രദ്ധിക്കണം. വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അതായത് സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണമായ ഏതാ കിതാബ്? സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണം ഫത്ഹുൽ ബാരി രചിച്ചിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു ഇതിന്റെ തഫ്സീറിൽ,
وفائدة هذه الترجمة الإشارة إلى أن النعي ليس ممنوعا كله. നഅി എല്ലാം മരണം അറിയിക്കുന്നതെല്ലാം ഹറാമല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹറാമായത് ജാഹിലിയത്തിന്റെ നഅി മാത്രമാണ്. മനസ്സിലായല്ലോ? ഇനി എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയാണ് وقد يقترن به امور اخرى هي في ذاتها محرمات اخرى. ഈ നഅയിനോട്, പാടില്ലാത്ത നഅയിനോട് ചേർക്കപ്പെടേണ്ട മറ്റു കാര്യങ്ങളാണ് ഇന്ന് നാട്ടിലുള്ള ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങളാണ്. മറ്റൊരു അഖദിൽ ഉജ്റത്തി അലാ ഹാദാ സിയാഹ്. ചില ആൾക്കാർ വാടകയ്ക്ക് കരയാൻ വരും. മരിച്ചാൽ കരയാൻ വേണ്ടി വാടകയ്ക്ക് കുറെ ആൾക്കാർ വരും. വാടക വന്ന കാര്യം എന്നിട്ടോ അപ്പൊ ഉണ്ടാക്കിയിട്ട് അഭിനയിക്കുന്നതല്ല, അപ്പൊ എന്തായാലും കുറച്ച് ഉള്ളതിനേക്കാളും കൂടുതലാവുമല്ലോ. എല്ലാവരും കരയും മരിച്ചവൻ ഇങ്ങനെയൊന്നല്ല. എന്നിട്ടോ അയാൾക്കില്ലാത്ത കുറെ പോലീസുകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് മദ്ഹ് പറയും. ഇങ്ങനെയൊക്കെ അവർ പറയും. നാട്ടിൽ ചിലപ്പോ ഷെയ്ഖ് അൽബാനി നാട്ടിൽ ഉണ്ടാവും. അസ്സലാത്തു അലാ ഫഖ്രിൽ അമാജിദിൽ മുകറമീൻ വബഖിയത്തിസ് സലഫിൽ കിറാമിസ് സാലിഹീൻ. എന്താ പോക്കല്! ഈ മനുഷ്യൻ വലിയ മഹാന്മാരുടെ വലിയ ഹോജയായി ഈ മനുഷ്യൻ, അയാൾക്ക് സ്വലാത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വബഖിയത്തിസ് സലഫിൽ കിറാമിസ് സാലിഹീൻ, സാലിഹീങ്ങളായ മുൻഗാമികളുടെ ബാക്കിപത്രമായി മനുഷ്യൻ. ബഖിയത്തു സലഫ് എന്ന് പറയും. അതായത് വലിയ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ അങ്ങനെ പറയാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന 80-ലധികം പ്രായമുള്ള മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തെ പറ്റി പറയും ബഖിയത്തു സലഫാണ്. മരിച്ചുപോയ മുൻഗാമികളുടെ ഒരു ബാക്കിയായി പോയതാണ്. പോയി ആ ഇന്ന് പോയതാണ്. പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ് അല്ലാഹു ഇൽമ് ഉയർത്തുക. അവർ മരിക്കുന്നതിനും പകർത്തുന്നത് സ്വീകരിക്കാനാണ് നമ്മളോട് വലവാക്കൾ പറഞ്ഞിട്ടുള്ളത്, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഇതെന്താണ്? ഇല്ലാത്ത കുറെ പൊക്കൽ. ഈ മനുഷ്യൻ മരിച്ചാൾ ഇങ്ങനെയൊന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ വാടകയ്ക്ക് വന്ന ആളുകൾ ഇയാളെ പറ്റി ഇങ്ങനെ പൊക്കി പറയും. ഇത് ഹറാമായ നഅയിൽപ്പെട്ടതാണ്. അല്ലാത്ത കുറെ മുഹറമാത്ത് അതിൽ വേറെയും ഉണ്ട്. ഇനി വയുസ്തഹബ്ബു ലിൽ മുഖ്ബിരി അൻ യത്ലുബ മിനൻ നാസി അൻ യസ്തഗ്ഫിറൂ ലിൽ മയ്യിത്ത്. മരണം അറിയിക്കൽ ജായിസാണല്ലോ, ഇങ്ങനെയുള്ള അറിയിക്കൽ. അതുപോലെ ആ അറിയിക്കുന്നതിന്റെ കൂടെ അറിയിക്കുന്ന ആൾക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് അയ്യഖുലുബ മിനൻ നാസി അൻ യസ്തഗ്ഫിറൂ ലിൽ മയ്യിത്ത്. ഈ മയ്യിത്തിന് വേണ്ടി എല്ലാവരും ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ജനങ്ങളോട് പറയൽ ആ മനുഷ്യന് മുസ്തഹബായ കാര്യമാണ്. ഈ ഹദീസ് കാരണം ഒരു ഖൈർ ഓർമ്മപ്പെടുത്തലാണല്ലോ, അല്ല ഒരു നന്മ ഓർമ്മപ്പെടുത്തലാണ്. ഹദീസ് അബീ ഖത്താദ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു വിശദീകരണമാണ്, വിശദമായ ഒരു റിപ്പോർട്ടാണ്. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയ്ശൽ ഉമറാ. റസൂലുള്ളാഹി ഒരു സൈന്യത്തെ അയച്ചു. ഫഖാൽ, അയക്കുമ്പോൾ നബി പറഞ്ഞു അലൈക്കും സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് ഇബ്നു ഹാരിസയാണ് ആദ്യം കൊടി പിടിക്കേണ്ടത്, നേതൃത്വം വഹിക്കേണ്ടത് യുദ്ധത്തിന്. ഫഇൻ ഉസീബ സെയ്ദ്, സെയ്ദ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സെയ്ദ് കൊല്ലപ്പെട്ടാൽ യുദ്ധത്തിലെങ്ങാനും സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ ഇബ്നു അബീ താലിബ്, ആര് നേതൃത്വം ഏറ്റെടുക്കണം? ജഅഫർ ഏറ്റെടുക്കണം. ഫഇൻ ഉസീബ ജഅഫർ ഫഅബ്ദുല്ലാഹി ഇബ്നു റവാഹത്തുൽ അൻസാരി, ജഅഫർ മരിച്ചാലോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഏറ്റെടുക്കണം. ഫവസബ ജഅഫർ ഫഖാൽ, അപ്പോൾ ജഅഫർ ചാടി എണീറ്റിട്ട് പറഞ്ഞു ബിഅബീ അൻത വഉമ്മി യാ റസൂലല്ലാഹ് മാ കുൻതു അർഹബു അൻ തസ്തഅമില അലയ്യ സെയ്ദൻ. ബിഅബീ അൻത വഉമ്മി യാ റസൂലല്ലാഹ്, അത് ഒരു പ്രയോഗമാണ്, നബിയോടുള്ള സ്നേഹം പ്രകടമാക്കിയുള്ള ഒരു പ്രയോഗം. എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ നിങ്ങൾക്ക് ബലിയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗം. ബിഅബീ അൻത വഉമ്മി യാ റസൂലല്ലാഹ്. ജാഫർ പറഞ്ഞു മാ കുൻതു അർഹബു അൻ തസ്തഅമില അലയ്യ സെയ്ദൻ. ജാഫർ പറഞ്ഞു നബി ആദ്യം ആര് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്? സെയ്ദ്. സെയ്ദ് കൊല്ലപ്പെട്ട പിന്നെ ജാഫർ. ജാഫർ പറഞ്ഞു നബി അതിന് എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, ഞാൻ കൊല്ലപ്പെട്ടു പോകും, ആദ്യം തന്നെ ഞാൻ ഏറ്റെടുത്താൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് എനിക്ക് പേടിയൊന്നുമില്ലല്ലോ നബിയെ, പിന്നെന്തിനാണ് സെയ്ദിനെ